എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖല്ലേ എന്ന് ചോദിക്കാൻ പറ്റിയ ഒരു സമയമല്ല എന്നറിയാം. ലോകത്തിൽ എല്ലായിടത്തും COVID-19 പ്രശ്നമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. അതിന് വേണ്ട എല്ലാ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരുപാട് സുഹൃത്തുക്കളും കുടുംബത്തിലുള്ള ആളുകളും അതല്ലാത്ത കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്തു. നിങ്ങൾക്ക് അവിടെ സുഖല്ലേ സുഖല്ലേ എന്ന് അന്വേഷിച്ചു. ഒരുപാട് സന്തോഷം തോന്നി മനസ്സിൽ. എല്ലാവരുടെയും കരുതലും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളുടെയൊക്കെ കൂടെ ഉണ്ട്. അതുപോലെ സുഖല്ലേ, നിങ്ങൾക്ക് അവിടെ പ്രശ്നമുണ്ടോ എന്നൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ച് ചോദിക്കുമ്പോഴും മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോഴും ഒക്കെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങൾ ഓരോരുത്തരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കുറച്ച് അനുഭവങ്ങളും നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളും ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നുള്ള കാര്യങ്ങളും ഒക്കെ നേരിട്ട് നമ്മുടെ വ്ളോഗിലുള്ള നമ്മളുടെ ചാനലിലെ എല്ലാവരോടും നേരിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി കുറച്ച് ആഴ്ചകളായി. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ലൈഫ് കെയർ സെൻറ്റർ ഉണ്ട്. വയസ്സായ ആളുകളെയൊക്കെ ഒരു 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ചേർന്ന് താമസിക്കുന്ന ലൈഫ് കെയർ സെൻറ്ററുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ആദ്യമായിട്ട് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അവിടെയുള്ള ഒരുപാട് പേർക്ക് അസുഖം ബാധിച്ചു, കുറച്ച് പേര് മരണപ്പെടുകയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ അത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്, വാഷിങ്ടണിലെ കിർക്ക്ലൻഡ് തൊട്ടടുത്താണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ആദ്യം തന്നെ അതിൻ്റെ വാർത്തയും അറിഞ്ഞു, അതിൻ്റെ പ്രശ്നങ്ങളും വിവരങ്ങളും ഒക്കെ നേരത്തെ തന്നെ മനസ്സിലായതുകൊണ്ട് തുടക്കം തുടങ്ങി നമ്മൾ അതിനു വേണ്ട മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച എല്ലാവർക്കും അത്ര സീരിയസ്നെസ് ഒന്നും മനസ്സിലായില്ല. ഞങ്ങൾ എല്ലാവരും പുറത്തൊക്കെ പോയായിരുന്നു. ഒരാഴ്ചയൊക്കെ ഓഫീസിൽ പോയി ജോലി ചെയ്തു. ആ ഒരാഴ്ച ആവുമ്പോഴത്തേനും ഓഫീസിലൊക്കെ അനൗൺസ് ചെയ്തു, ഇനി ആരും ബിൽഡിങ്ങിൽ കയറരുത്, എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് ഈ മാസം അവസാനം വരെ വർക്ക് ഫ്രം ഹോം ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മുടെ കമ്പനിയിൽ മാത്രമല്ല, ഒരുപാട് കമ്പനികൾ ഇവിടെ ആമസോൺ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ്, എല്ലാ IT കമ്പനികളും അല്ലാത്ത കമ്പനികളും എല്ലാം എംപ്ലോയീസിന് വർക്ക് ഫ്രം ഹോം സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഈ മെഡിസിൻ അങ്ങനത്തെ മേഖലകളിലുള്ള ആളുകൾ, ഗ്രോസറി കടകൾ, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ കുറച്ചുകൂടെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും. പബ്ലിക് പ്ലേസസ്, തിയേറ്റേഴ്സും സ്കൂൾസും അങ്ങനെ ആഘോഷങ്ങൾ നടക്കുന്നതും അതെല്ലാം ഇവിടെ നിർത്തലാക്കി. അപ്പം തുടക്കത്തിൽ ഇത് പ്രശ്നം വന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നതിന് മുമ്പേ നമ്മൾ ഭക്ഷണമൊന്നും, അങ്ങനത്തെ ഭക്ഷണ സാധനങ്ങളൊന്നും അധികം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആളുകളൊക്കെ കുറച്ച് പാനിക്കായി, എല്ലാവരും ആ ഒരു ടെൻഷനിലൊക്കെ പോയി. അപ്പോഴാണ് ന്യൂസൊക്കെ ഇവിടെ ഗ്രോസറി സ്റ്റോറുകളിലൊന്നും ഭക്ഷണം കിട്ടാനില്ല. കോസ്കോയുടെ മുമ്പിലൊക്കെ, ഇവിടുത്തെ കോസ്കോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയ ഹോൾസെയിൽ സ്റ്റോറാണ്. നമ്മളിപ്പോൾ ലാസ്റ്റ് വ്ളോഗ് ഇട്ടത് കോസ്കോയുടെ വ്ളോഗായിരുന്നു. അപ്പം ആ വ്ളോഗ് ഇട്ട ആ സ്ഥലത്ത് ഭക്ഷണ സാധനങ്ങൾ കിട്ടാൻ വേണ്ടി ആളുകൾ വലിയ ക്യൂ നിന്നിട്ട് പോവാണെന്നൊക്കെയുള്ള വാർത്ത വീട്ടിലൊക്കെ കണ്ടപ്പോൾ അവരൊക്കെ ശരിക്കും അപ്പോഴാണ് പാനിക്കായത്. നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാനില്ലേ, നിങ്ങൾക്ക് അവിടെ പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും ഭയങ്കര ടെൻഷനായിട്ട് വിളിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എല്ലാ ഗ്രോസറി സാധനങ്ങളും ഇന്ത്യൻ മാർക്കറ്റുകളും എല്ലാം ഇപ്പോഴും ഓപ്പൺ ആണ്. പക്ഷേ അവർ ലിമിറ്റ് ചെയ്ത് മാത്രമേ ആളുകളെ അകത്ത് കടത്തുന്നുള്ളൂ. ഒരാളുടെ അടുത്ത് നിന്ന് അടുത്ത ആളുടെ അടുത്തേക്ക് ഒരു മീറ്റർ ദൂരം വിട്ടിട്ട് കുറച്ച് പേര് മാത്രമായിട്ട് കടകളുടെ അകത്ത് കടത്തുന്നുള്ളൂ. പിന്നെ ഓരോരുത്തർക്ക് നമുക്ക് ആ സാധനങ്ങൾ വാങ്ങിക്കാൻ തരുന്ന കാർട്ടൊക്കെ അവർ നന്നായി തുടച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയാണ് തരുന്നത്. അപ്പം അങ്ങനെയുള്ള സുരക്ഷാക്രമങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ഇഷ്ടത്തിന് വാങ്ങിക്കാൻ പറ്റില്ല. നമുക്കുള്ള അവശ്യ സാധനങ്ങൾ, മുട്ട, പാല്, ടിഷ്യൂ പേപ്പറുകൾ, കിച്ചൺ ടവൽസ്, അതെല്ലാം നമ്മൾക്ക് ആവശ്യത്തിന് ഒരു മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് ഒരെണ്ണം. അങ്ങനെ ഇനിയിപ്പോൾ കോസ്കോ അല്ല, മറ്റുള്ള ഗ്രോസറി കടകളിൽ, സൂപ്പർ മാർക്കറ്റുകളിലാണെങ്കിലും ഓരോ ആളുകൾക്ക് ഇത്ര ലിമിറ്റ് ഉണ്ട്. പക്ഷെ എങ്കിൽ കൂടിയും നമ്മൾക്ക് സാധനങ്ങളെല്ലാം കിട്ടാനുണ്ട്. എല്ലാവരും ഇപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ച തുടങ്ങി 1 മാസം വരെയുള്ള സമയത്തേക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പോയി വാങ്ങിച്ചു വെച്ചു. നമ്മളുടെ ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസും, നമ്മളുടെ അരിയും പച്ചക്കറികളും, കുറച്ച് കേടുവരാത്ത പച്ചക്കറികളും, പിന്നെ നമ്മൾക്ക് വേണ്ട ലെൻറ്റൽസും പലചരക്ക് സാധനങ്ങളും അതെല്ലാം വാങ്ങിച്ചു വെച്ചു. നമ്മൾ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല.
പിന്നെ വെള്ളമൊക്കെയാണ് ഇവിടെ കൂടുതലും കുടിവെള്ളമൊക്കെ നമ്മൾ വീട്ടിലെ പൈപ്പിൽ വരുന്ന വെള്ളം എല്ലാ സ്ഥലത്തും ഒന്നും ആളുകൾ കുടിക്കില്ല. അപ്പോൾ കുടിക്കാൻ പിന്നെ അത്ര ശുദ്ധിയില്ലാത്ത വെള്ളമായിരിക്കും. അപ്പോൾ വാട്ടർ ഫിൽറ്ററൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇനിയൊരു വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ക്യാനായിട്ട് വെള്ളം കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമ്മൾക്ക് വീട്ടിലുള്ള വെള്ളം തന്നെ ഫിൽറ്റർ ചെയ്ത് കുടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. പിന്നെ 10 പേര് കൂടുതൽ ഇവിടെ ഗ്യാദർ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ നിയമമുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ വീക്കെൻഡും അറ്റ്ലീസ്റ്റ് ഒരു 10-12 പേര് മിനിമം ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നമ്മൾ ഗ്യാദർ ചെയ്തിട്ട് ഭയങ്കര ഒന്നുമില്ലെങ്കിലും നല്ല കിടലും ഭക്ഷണം ഉണ്ടാക്കി അതും തിന്ന് മൂവിയും കണ്ട് സൊറ പറഞ്ഞിരുന്ന് അങ്ങനെയായിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം അതിനൊന്നും നിവൃത്തിയില്ല. കുറച്ച് പേരായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതും നമ്മൾ വേറെ വേറെ വീടുകളിൽ നിന്ന് ഊബർ അല്ലെങ്കിൽ ലിഫ്റ്റ് അങ്ങനെ ടാക്സി ഒന്നും എടുക്കുന്നില്ല. നമ്മൾ വണ്ടിയുള്ള ആളുകൾ അവരുടെ വീടുകളിൽ പോയി അവരെ കൂട്ടിക്കൊണ്ട് വന്ന് നമ്മളെല്ലാവരും ഒരു സ്ഥലത്ത് വന്ന് കണ്ട് അതുപോലെ തന്നെ പിരിഞ്ഞു പോകും. അപ്പം നമ്മളൊരു 5-10 പേര് ക്ലോസ് ആയിട്ട് മാത്രമേ ഇപ്പം ഇടപഴകുന്നുള്ളൂ. അതിൽ കൂടുതൽ ആരുമായിട്ട് ഞങ്ങൾക്ക് ആർക്കും സമ്പർക്കമില്ല. അപ്പം ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ 1 ഡേ ക്വാറന്റൈൻ എല്ലാ ആളുകളും വീടിനകത്തിരുന്ന് വീടൊക്കെ വൃത്തിയാക്കി ഇരിക്കുന്നത് പോലെ നമ്മളിപ്പോൾ ഏകദേശം അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ആഴ്ചയായി. ഇപ്പം ഞങ്ങളൊക്കെ വീട്ടിലിത് ഇതുപോലൊരു തെർമോമീറ്റർ വാങ്ങിച്ചു വെച്ചേക്ക്. ഇത് എപ്പോഴും ഉള്ളത്, പക്ഷെ ഇത് ഉപയോഗിക്കാറില്ല. ഇപ്പം ഇത് എപ്പോഴും ദിവസത്തിൽ ഒരു 50 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ടെമ്പറേച്ചർ നോക്കി ഇരിക്കും. അപ്പോൾ അതൊരു അങ്ങനെ നമ്മൾ ടെമ്പറേച്ചറൊക്കെ എപ്പോഴും എല്ലാവരും ചെക്ക് ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും ഒരു 100 എബവ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് വൈദ്യ സഹായം ഇവിടെ തേടാം. അതിനുള്ള സംവിധാനങ്ങളും ഉണ്ട്. ഇവിടെ പേടിക്കാനൊന്നുമില്ല. നമ്മളെല്ലാവരും അത്യാവശ്യം പുറത്ത് പോയി വരുവാണെന്നുണ്ടെങ്കിൽ കൈയൊക്കെ നന്നായി എപ്പോഴും കഴുകി, ഒരു ഹാപ്പി ബർത്ത്ഡേ സോങ് പാടുന്ന അത്രയും സമയം 20 സെക്കൻഡ്സ് കൈ കഴുകി, അല്ലെങ്കിൽ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച്. സാനിറ്റൈസറൊന്നും ഇവിടെ ഇപ്പോൾ കിട്ടാനില്ല. ഞങ്ങളുടെ വീട്ടിലൊന്നും സാനിറ്റൈസറൊക്കെ തീർന്നു പോയി. നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ഒരു 20 സെക്കൻഡ്സ് കൈകൾ എപ്പോഴും കഴുകുക, വൃത്തിയായിട്ട് നടക്കുക, വീടും പരിസരവും ഒക്കെ തുടയ്ക്കുക. കാറ് നമ്മൾ അത്യാവശ്യത്തിന് പുറത്ത് പോകാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ കാറും നമ്മളെ ഹാൻഡിലും നമ്മൾ ഉപയോഗിക്കുന്ന ഡോറുകളും അങ്ങനെ നമ്മൾ തൊടാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും എപ്പോഴും ഒക്കെ വെച്ച് തുടച്ച് വൃത്തിയാക്കി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പരമാവധി വീടിനകത്ത് തന്നെ ഇരുന്ന് ജോലി ചെയ്യാണ്. വീടിനകത്തിരുന്ന് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സുഖമില്ല കേട്ടോ. നമുക്ക് മാസത്തിൽ എല്ലാ ദിവസവും ഓഫീസിൽ പോണ സമയത്ത് 2 ദിവസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ ഭയങ്കര മനസ്സിനൊരു റിലാക്സ്ഡ് ആയിട്ട് നമ്മൾക്ക് നമ്മളുടെ വീട്ടിലിടുന്ന ഉടുപ്പൊക്കെ ഇട്ട് സമാധാനമായിട്ടിരുന്നിട്ട് ജോലി ചെയ്യാം. അങ്ങനെ ഒരു സുഖമുള്ള കാര്യമാണ് വല്ലപ്പോഴും ഒരു വർക്ക് ഫ്രം ഹോം എടുക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരു 2 ആഴ്ച ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു കോർണറിൽ ഇരുന്നിട്ട് ഒരു 8-9 മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്ത് പിന്നെയും നമ്മൾ വീടിനകത്ത് തന്നെയാണ് ബാക്കിയുള്ള നമ്മളുടെ ഒരു 10-16 മണിക്കൂർ ചിലവഴിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ആ ഒരു നമ്മൾ റിലാക്സ് ചെയ്യുന്ന പോലെ തോന്നില്ല. കുറച്ചൊരു ചെറിയ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓഫീസായിട്ട് ഒരു പെർട്ടിക്കുലർ പ്ലേസ് വീട്ടിൽ ഉപയോഗിച്ചിട്ട് ആ സ്ഥലം ഓഫീസായിട്ട് മാത്രം ഉപയോഗിക്കുക, ബാക്കി സ്ഥലം നമ്മൾ വീട്. അപ്പം നമുക്ക് ആ ഒരു ഓഫീസ് വീട് എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലും എല്ലാ ആരോഗ്യ മേഖലയിലുള്ള എല്ലാ ആളുകളും ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം വർക്ക് ഫ്രം ഹോം എടുക്കുകയാണ്. നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വളരെ ശുചിത്വം പാലിച്ച് നമ്മൾ നന്നായി സ്വയം രക്ഷിക്കുന്ന മറ്റുള്ളവരെ രക്ഷിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് എപ്പോഴും ആളുകളുടെ ഇടയിൽ കോണ്ടാക്ട്, അത് പ്രത്യേകിച്ച് അസുഖമുള്ള ആളുകളും ലക്ഷണങ്ങളുള്ള ആളുകളും അല്ലാത്ത ആളുകളും ഒക്കെ ആയിട്ടുള്ള സമ്പർക്കം ഒത്തിരി കൂടുതലാണ്. എന്നിട്ടും അവരെല്ലാവരും അവരുടെ ജീവൻ പണയം വെച്ച് പോലും പല ആളുകളും ഇപ്പോഴും നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി തിരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി നിർദ്ദേശങ്ങൾ കിട്ടുന്നോ ആ നിർദ്ദേശങ്ങളെല്ലാം നമ്മൾക്ക് നന്നായി പാലിച്ച് എന്തൊക്കെ ചെയ്യണം, ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും അതൊന്നും നമുക്കറിയില്ല. ഇതുവരെ നമ്മൾക്ക് ശുചിയായിട്ടിരിക്കുക, മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഡിസ്റ്റൻസ് ഇടുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പരമാവധി മെയിൻറ്റെയിൻ ചെയ്യുക, കൈകൾ കഴുകുക, നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോവാതിരിക്കുക, അസുഖം ഇല്ലെങ്കിലും തുമ്മലോ ചുമയോ എന്തെങ്കിലും പെട്ടെന്ന് വരുവാണെങ്കിൽ നമ്മൾ പരമാവധി അല്ല ഉറപ്പായിട്ടും അത് തൂവാലയൊക്കെ വെച്ച് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് നമ്മൾ അതിനെ കവർ ചെയ്യുക, കളയുക. വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇനിയും പുതിയ കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമ്മളതെല്ലാം കറക്റ്റായിട്ട് പാലിച്ച് സേഫായി എല്ലാവരും സുരക്ഷയോട് കൂടെ ഇരിക്കട്ടെ.
പ്രശ്നങ്ങളുടെ ഈ വലിയ ചങ്ങലയിൽ നിന്ന് നമ്മൾ ആ കണ്ണികളെല്ലാം പൊട്ടിച്ചു കളയാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളിലുള്ള ആളുകളും നമ്മളും നമ്മളുടെ കുടുംബവും കൂട്ടുകാരും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ കാര്യക്ഷമതയോടു കൂടി തന്നെ നടക്കും. ലെറ്റ് us break the chain.